ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ശ്വേത മിസ് ആണ്. അടിപൊളിയായിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ വിവരശേഖരണം എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണ് നമ്മൾ ലാസ്റ്റ് പഠിച്ചത് അല്ലേ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട, നിങ്ങൾക്ക് പ്രധാനമായിട്ടും മിസ് പറഞ്ഞു തരാൻ പോകുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ അടിപൊളിയായിട്ട് ഈ ഒരു ചോദ്യം എന്തായാലും പഠിക്കാട്ടോ. പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ എന്താണ്, കുറച്ച് നമ്പറുകൾ തന്നിട്ടുണ്ട്, പേര് തന്നിട്ടുണ്ട്, ഗ്രേഡ് തന്നിട്ടുണ്ട് അല്ലേ. കുറെ മക്കളുണ്ട്. എത്ര പേരാണ്? അപർണ, അപ്പു, ജോൺ, ഇജാസ്, മിഥില എന്നൊക്കെ പറഞ്ഞ് കുറെ പേരുണ്ട്. അവർക്ക് കിട്ടിയ ഗ്രേഡുകളും ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. അതുപോലെ ഇവിടെ നോക്കിയേ 11, 12, 13 അങ്ങനെ 20 കുട്ടികളുടെ പേരും അവരുടെ ഗ്രേഡുമാണ് നമുക്ക് തന്നിട്ടുള്ളത്. എ ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണം എത്ര? ആദ്യത്തെ ചോദ്യമേ ഹൗ മെനി ഗോട്ട് എ ഗ്രേഡ് എന്നാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു ടേബിൾ എടുക്കാം, എന്നിട്ട് നേരെ നോക്കാം അല്ലെ ആർക്കൊക്കെയാണ് എ ഗ്രേഡ് കിട്ടിയെന്ന്. അവിടെ ഒരു കുഞ്ഞ് ടിക്കറ്റ് വെക്കുക. 1, 2, 3, 4, 5, 6 6 പേർക്കാണ് എ ഗ്രേഡ് കിട്ടിയിട്ടുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ 6 എന്ന് എഴുതി വെക്കാം. അടുത്തത് ബി ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മിസ് ആ പേനയുടെ കളർ മാറ്റിയിട്ടുണ്ട്. മിസ് ഇവിടെ കുഞ്ഞിട്ടിക്കിടാം. 1, 2, 3, 4, 5, 6, 7, 8. യെസ്, 8 പേർക്കാണ് ബി ഗ്രേഡ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മളിവിടെ എന്ത് എഴുതി? 8 എഴുതി. ഇനി അടുത്ത് നോക്കിയാലോ, സി ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണം എത്രയാണ് എന്നാണ് ചോദിച്ചത്. സി ഗ്രേഡ് കിട്ടിയ കുട്ടികൾ ഏതൊക്കെയാണ്? അതാ നിങ്ങൾ ഇവിടെ നോക്കിക്കേ. 1, 2, 3, 4, 5 5 പേർക്കാണ് സി ഗ്രേഡ് കിട്ടിയിട്ടുള്ളത്. ഇനി ഡി ഗ്രേഡ് കിട്ടിയത് എത്ര പേർക്കാണ് എന്നാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലെ. ഡി ഗ്രേഡ് ആർക്കെങ്കിലും ഉണ്ടോ? ഇവിടെ ഒരു ഡി ഗ്രേഡ് ഉണ്ട്. ആകെ ഒരു ഒറ്റ കുട്ടിക്കാണ് ഡി ഗ്രേഡ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഈ ഒരു ടേബിൾ ഉള്ളത് നമ്മൾ മാറ്റി എഴുതാൻ പോവാണ്. കുറച്ചുകൂടെ വൃത്തിയിൽ നമ്മൾ എഴുതാൻ പോവാണ്. എങ്ങനെയാണ്? ഗ്രേഡുകൾ ഇവിടെ കൊടുത്തു. ABCDE എന്ന് കൊടുത്തു. കുട്ടികളുടെ എണ്ണം എന്ത് ചെയ്തു? കുട്ടികളുടെ എണ്ണം ഒക്കെ നമുക്കറിയാലോ. അപ്പൊ നമ്മൾ നേരെ എഴുതി വെച്ചാൽ നമുക്ക് എന്തായിരിക്കും? എളുപ്പമായിരിക്കും അല്ലെ. എ ഗ്രേഡ് എത്ര പേർക്ക് കിട്ടി, ബി ഗ്രേഡ് എത്ര പേർക്ക് കിട്ടി, സി എത്ര കിട്ടി, ഡി എത്ര കിട്ടി, ഇ എത്ര കിട്ടി എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ എന്തായിരിക്കും? കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. സോ എ ഗ്രേഡ് കിട്ടിയവര് നമ്മൾ കണ്ടുപിടിച്ചു 6 പേരാണ്. സോ മിസ് എന്ത് ചെയ്തു? ഇവിടെ 6 എന്ന് എഴുതി വെച്ചു. ഇനി ബി ഗ്രേഡ് കിട്ടിയതോ 8 പേർക്കാണ്. അപ്പോ ബിയുടെ നേരെ മിസ് 8 എഴുതി വെച്ചു. ഇനിയോ സി ഗ്രേഡ് കിട്ടിയത് 5 പേർക്കാണ്. ഡി ഗ്രേഡ് ഒരൊറ്റ ആൾക്കാണ് കിട്ടിയത്. ഇ ഗ്രേഡ് ആർക്കും കിട്ടിയിട്ടില്ല. സോ 0 എന്ന് നമ്മൾ എഴുതും. അപ്പൊ നേരത്തെ നമ്മൾ കണ്ട ഈ ഒരു ടേബിളിനേക്കാളും എന്താണ്, കുറച്ചും കൂടെ ഈസിയാണ്. കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് എ എത്രയുണ്ട്, ബി എത്രയുണ്ട് എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.